കോഴിക്കോട് ചാലിയാറിൽ ബോട്ട് മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഫയർ യൂണിറ്റും സ്കൂബ ടീമും നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെയാണ് മാവൂർ സ്വദേശി ബാസിലിനെ കാണാതായത്. രമ്യദാസാണ് ചേരുന്നത്. രമ്യ, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? ഗൗതം, ഇന്ന് ഏകദേശം 10:30 കൂടിയാണ് മാവൂർ കുതിരാടം സ്വദേശിയായിട്ടുള്ള ബാസിന്റെ മൃതദേഹം കണ്ടെത്താനായത്. ഇന്നലെ ആയിരുന്നു ഈ മത്സ്യബന്ധനത്തിന് പോയ ബാസിലും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന 2 പേരും ഉൾപ്പെടെ 3 പേരുമായി പോയ തോണി ഈ ചാലിയാർ പുഴയിൽ ഇന്നലെ മുങ്ങിയത്. തുടർന്ന് ഈ 2 പേർക്കും തിരിച്ച് കരയിലേക്ക് കയറാൻ സാധിച്ചെങ്കിലും ബാസിലിന് തിരിച്ചു കയറാൻ സാധിച്ചില്ല. ഈ ബാസിൽ മുങ്ങി താഴുന്നത് ഇവർ കാണുകയായിരുന്നു. തുടർന്നാണ് ബഹളം കൂട്ടിയതിനനുസരിച്ച് പ്രദേശവാസികൾ ഉൾപ്പെടെ അവിടെ എത്തി ഇന്നലെ രാത്രി ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. കാരണം പുഴയിൽ നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇവർക്ക് പുലർച്ചെ ഏകദേശം ഒരു 4 മണിയോട് വരെ എങ്കിലും തിരച്ചിലൊക്കെ നടത്തിയെങ്കിലും ഇവർക്ക് ബാസിലിനെ കണ്ടെത്താനായില്ല. രക്ഷാപ്രവർത്തനത്തിന് ഈ ഒരു അടിയൊഴുക്കെല്ലാം പ്രതികൂലമായി നിന്നു. ഇന്ന് രാവിലെ ഈ സ്കൂബ ടീം, ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഉൾപ്പെടെ എത്തി തിരച്ചിൽ നടത്തുകയായിരുന്നു. ഈ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ നിലവിൽ 10:30 കൂടി തന്നെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം കരയിൽ നിന്നും 20 മീറ്ററോളം ദൂരത്തിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത്. വലിയ രീതിയിലുള്ള വെള്ളമുണ്ടായിരുന്നു, അടിയൊഴുക്കുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ മൃതദേഹം കിട്ടുന്നതിനുള്ള വലിയ രീതിയിലുള്ള പ്രതികൂലമായിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തി കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റും. മാവൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ച് വരികയാണ്. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഓക്കെ രമ്യ, വ്യക്തമാണ്. ചാലിയാർ പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ബാസിലിനെ ഇന്നലെയാണ് കാണാതായത്. ഇന്ന് സ്കൂബ ടീം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്.